Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള റെയിൻ ഹാവക്. ഹാവക് എന്നാൽ അർത്ഥം നശിപ്പിക്കുക, താറുമാറാവുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ നാശം, താറുമാറ്, ഇതൊക്കെയാണ് അർത്ഥം. കേരള റെയിൻ ഹാവക് എന്താണ്? മഴ, സംഹാരം, മഴ കൊണ്ടുള്ള നാശം. 2 houses, 2 വീടുകൾ. കൊളാപ്സ്. ഇവിടെ പത്രങ്ങൾ സാധാരണയായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് തലക്കെട്ടുകൾ എഴുതാറ്. അപ്പോൾ ഇത് എങ്ങനെ വായിക്കണം? 2 houses collapsed. പാസ്റ്റ് ടെൻസിൽ വായിക്കണം. 2 houses collapsed. 2 വീടുകൾ പൊളിഞ്ഞുപോയി, നശിച്ചു. അറ്റ് കിളിമാനൂർ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ശക്തമായ മഴയിലെ 2 വീടുകൾ തകർന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് സംഭവം. ഹെവി റെയിൻ, ശക്തമായ കനത്ത മഴ. വ്രീക്ക് ഹാവക് എന്നാൽ നാശം വിതയ്ക്കുക എന്നാണ് അർത്ഥം. ഹെവി റെയിൻ, ശക്തമായ മഴ. വ്രീക്ക് ഹാവക്, നാശം വിതയ്ച്ചു. ഇൻ കിളിമാനൂരിലെ നാശം വിതയ്ച്ചു, ശക്തമായ മഴ. ഓൺ സാറ്റർഡേ, ശനിയാഴ്ച. ലീഡിങ്, നയിക്കുന്നു, ആ മഴ നയിക്കുന്നു. ടു ദ കൊളാപ്സ് ഓഫ് ദ 2 houses ഇൻ ദ ഏരിയ, പ്രദേശത്തുള്ള 2 വീടുകൾ നശിക്കുന്നതിലേക്ക്, തകരുന്നതിലേക്ക് ആ മഴ നയിക്കുന്നു. മഴ അതിന് കാരണമായി. മോസ്റ്റ് ഓഫ് ദ ഇൻഹാബിറ്റൻസ് ഇൻ ദ ഹൗസസ് എസ്കേപ്ഡ് അൺഹേർട്ട്. മോസ്റ്റ് ഓഫ് ദ ഇൻഹാബിറ്റൻസ് എന്നാൽ നിവാസികൾ എന്നാണ് അർത്ഥം. ഇൻഹാബിറ്റൻസ് നിവാസികൾ, ഒട്ടുമിക്ക നിവാസികളും. ഇൻ ദ ഹൗസസ് ആ വീടുകളിലുള്ള ഒട്ടുമിക്ക നിവാസികളും, അതിൽ താമസിക്കുന്നവരും എസ്കേപ്ഡ്, രക്ഷപ്പെട്ടു. അൺഹേർട്ട് എന്നാൽ പരിക്കേൽക്കാതെ എന്നുള്ള അർത്ഥമാണ്. ആ വീടുകളിലുള്ള മിക്ക ആളുകളും നിവാസികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇൻ നാഗരൂർ, ഈ സ്ഥലത്താണ് സംഭവം. ദ ഹൗസ് ഓഫ് 80-year-old ലീല ആൻഡ് ഹെർ 54-year-old സൺ ദീപു കൊളാപ്സ്ഡ് അറൗണ്ട് 1 AM ഓൺ സാറ്റർഡേ. 80 വയസ്സ് പ്രായമുള്ള ലീലയും അതുപോലെ 54 വയസ്സ് പ്രായമുള്ള ദീപുവും താമസിക്കുന്ന വീട് കൊളാപ്സ്ഡ്, തകർന്നു വീണു. അറൗണ്ട് 1 AM ഓൺ സാറ്റർഡേ, ശനിയാഴ്ചയാണ് സംഭവം. രാത്രി ഏകദേശം 1 മണിക്കാണ് സംഭവം. ദ റൂഫ്, മേൽക്കൂര. റൂഫ് എന്നാൽ മേൽക്കൂര. കെയ്വിൻ എന്നാൽ അർത്ഥം തകർന്നു വീഴുക എന്നാണ് അർത്ഥം. കേവ്ഡ് ഇൻ, തകർന്നു വീണു. കെയ്വിൻ എന്നാൽ തകർന്നു വീഴുക. അപ്പോൾ കേവ്ഡ് ഇൻ, തകർന്നു വീണു. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. അത് കാരണത്താൽ. എന്ത് കാരണത്താൽ? ദ റിലന്റ്ലെസ് റെയിൻഫോൾ. റിലന്റ്ലെസ് എന്നാൽ കഠിനമായ എന്നുള്ള അർത്ഥമാണ്. ശമനമില്ലാത്ത മഴ, അതാണ് റിലന്റ്ലെസ് റെയിൻഫോൾ. അത് കാരണമാണ് മേൽക്കൂര തകർന്നു വീണത്. വൈൽ ദേ വേർ അസ്ലീപ്പ് എന്നാൽ ഉറങ്ങുന്ന സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ഉറക്കത്തിലായിരിക്കെ. ദേ വേർ അസ്ലീപ്പ്, അവർ ഉറക്കത്തിലായിരിക്കെ ശക്തമായ ഇടവിടാതെയുള്ള മഴ കാരണം വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണു. ഹിയറിംഗ് ദ നോയ്സ് ഓഫ് ദ കൊളാപ്സ്. നോയ്സ് എന്നാൽ ശബ്ദം, ഹിയറിംഗ് എന്നാൽ കേൾക്കുന്നു. ഹിയറിംഗ് ദ നോയ്സ് ഓഫ് കൊളാപ്സ് തകർന്നു വീഴുന്ന ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ട് ദയർ നെയ്ബേഴ്സ്, അവരുടെ അയൽവാസികൾ. റഷ് ടു ദ സീൻ എന്നാൽ സംഭവസ്ഥലത്തേക്ക് തിടുക്കത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള അർത്ഥമാണ്. ആൻഡ് റെസ്ക്യൂഡ് ദം, റെസ്ക്യൂ എന്നാൽ രക്ഷപ്പെടുത്തുക. ആൻഡ് റെസ്ക്യൂഡ് ദം, അവരെ. ദം എന്നാൽ അവരെ. റെസ്ക്യൂഡ് ദം, അവരെ രക്ഷപ്പെടുത്തി. ആ ശബ്ദം കേട്ടുകൊണ്ട്, തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ പെട്ടെന്ന് ആ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് അവരെ രക്ഷപ്പെടുത്തി. ദേ വേർ ടേക്കൺ ടു ദ MCH ഫോർ ട്രീറ്റ്മെൻറ്റ്. MCH എന്നാൽ ഹോസ്പിറ്റലിൻ്റെ പേരാണ്. ദേ വേർ ടേക്കൺ എന്നാൽ അവരെ കൊണ്ടുപോയി. ടു ദ MCH ഹോസ്പിറ്റലിലേക്ക്. ഫോർ ട്രീറ്റ്മെൻറ്റ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരെ MCHലേക്ക് കൊണ്ടുപോയി. ദോ എന്നാൽ ലീല എസ്കേപ്ഡ്, ലീല രക്ഷപ്പെട്ടു. ദ ആക്സിഡൻറ്റ് അൺസ്കേത്ത്ഡ്. അൺസ്കേത്ത് എന്നാൽ
ഹാനിയില്ലാതെ, കോട്ടം തട്ടാതെ, ഇതൊക്കെയാണ് അർത്ഥം. പരിക്കു പറ്റാതെ എന്നുള്ള അർത്ഥമാണ്. എന്താണ് അപകടത്തിൽ എന്താണ് പരിക്കു പറ്റാതെ ലീല രക്ഷപ്പെട്ടു. ദീപു സസ്റ്റെയിൻ 2 ഹെഡ് ഇഞ്ചുറീസ്. എന്നാൽ എന്താണ് ദീപു സസ്റ്റെയിൻ 2 ഹെഡ് ഇഞ്ചുറീസ്. സസ്റ്റെയിൻ ഇഞ്ചുറീസ് എന്നാൽ പരിക്കേൽക്കുക എന്നുള്ള അർത്ഥം. ദീപു സസ്റ്റെയിൻഡ് 2 ഹെഡ് ഇഞ്ചുറീസ്. ദീപുവിന് തലയ്ക്ക് പരിക്കുകളേറ്റു, 2 മുറിവുകളേറ്റു. റിക്വയറിങ് 2 സ്റ്റിച്ച്. എന്താണ് 2 സ്റ്റിച്ച് എന്നാൽ തുന്നുകൾ, 2 തുന്നലുകൾ ആവശ്യമായി വന്നു. ഓൺ ദ ഫ്രണ്ട് ഓഫ് ഹിസ് ഫേസ്. അവൻ്റെ മുഖത്ത്, ഫ്രണ്ട് എന്നാൽ മുഖം, മുഖത്തിൻ്റെ മുൻവശത്ത്. ആൻഡ് 3 സ്റ്റിച്ച്. 3 എന്താണ് സ്റ്റിച്ചുകൾ അറ്റ് ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ്. അവൻ്റെ തലയ്ക്ക് പുറകുവശത്തും എന്താണ് ആവശ്യമായി വന്നു. അലോങ് വിത്ത് മൈനർ ഇഞ്ചുറീസ് ടു ഹിസ് ലെഗ്സ്. മൈനർ ഇഞ്ചുറീസ് എന്നാൽ ചെറിയ തോതിലുള്ള പരിക്കുകൾ, അതിൻ്റെ കൂടെ എന്താണ് ചെറുതായിട്ട് കാലുകൾക്ക്, അവൻ്റെ കാലുകൾക്ക് പരിക്കുകളുമേറ്റു. ഇറ്റ് വാസ് എ മിറക്കിൾ ടു സീ ദം എസ്കേപ്പ് വിത്തൗട്ട് സിവിയർ ഇഞ്ചുറീസ്. ഇറ്റ് വാസ് എ മിറക്കിൾ. മിറക്കിൾ എന്ന അത്ഭുതം. ഇതൊരു അത്ഭുതമായിരുന്നു. എന്താണ് അത്ഭുത സംഭവമാണ്. ടു സീ ദം അവരെ കാണാൻ പറ്റുന്നത്. എസ്കേപ്പ് വിത്തൗട്ട് സിവിയർ ഇഞ്ചുറീസ്. സിവിയർ എന്നാൽ ഗുരുതരമായ, വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ, ഇഞ്ചുറീസ് എന്നാൽ പരിക്കുകൾ. ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഇല്ലാതെ അവരെ രക്ഷപ്പെട്ടതായിട്ട് കാണാൻ പറ്റിയത് എന്താണ് ഒരു അത്ഭുതകരമാണ്. ദ ഹൗസ് കണ്ടീഷൻ. വീടിൻ്റെ അവസ്ഥ. വിൽ മേക്ക് വൺ തിങ് ഹൗ ദേ എസ്കേപ്ഡ്. വിൽ മേക്ക് വൺ തിങ് എന്നാൽ ഒരു വ്യക്തിയെ ചിന്തിപ്പിക്കും എന്നുള്ള അർത്ഥമാണ്. വൺ എന്നാൽ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള അർത്ഥമാണ്. വിൽ മേക്ക് വൺ തിങ് ഒരു വ്യക്തിയെ ചിന്തിക്കും. എന്ത്? ദ ഹൗസ് കണ്ടീഷൻ വീടിൻ്റെ അവസ്ഥ. ആ വീടിൻ്റെ അവസ്ഥ എന്താണ്? ഒരു വ്യക്തിയെ ചിന്തിപ്പിക്കും. എന്ത്? ഹൗ ദേ എസ്കേപ്ഡ് അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ആ വീടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ചിന്തിപ്പിക്കും. വി ഹാവ് ടേക്കൺ ഔട്ട് ദ ടെലിവിഷൻ. വി ഹാവ് ടേക്കൺ ഔട്ട് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ദ ടെലിവിഷൻ റെഫ്രിജറേറ്റർ ആൻഡ് ഗ്യാസ് സിലിണ്ടർ ഫ്രം ദ ഹൗസ്. വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തൊക്കെ? ഗ്യാസ് സിലിണ്ടർ, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ. ഇറ്റ് ഈസ് അൺഷുവർ. അൺഷുവർ എന്നാൽ നിശ്ചയമില്ലാത്ത, സംശയാസ്പദമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. തീർച്ചയില്ലാത്ത, സാധ്യതയില്ലാത്ത. ഇറ്റ് ഈസ് അൺഷുവർ ഇത് തീർച്ചയില്ലാത്തതാണ്. എന്ത്? ഇഫ് ദോസ് വുഡ് ഫങ്ഷൻ. ഫങ്ഷൻ എന്നാൽ ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്ത്? അത് തീർച്ചയില്ല. ഇഫ് ദോസ് വുഡ് ഫങ്ഷൻ അവകൾ പ്രവർത്തിക്കുമോ എന്ന് തീർച്ചയില്ല. എന്തൊക്കെ? ഈ റെഫ്രിജറേറ്റർ, അതുപോലെ ഗ്യാസ് സിലിണ്ടർ, TV ഇതൊക്കെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവകൾ എന്താണ്? പ്രവർത്തിക്കുമോ എന്ന് തീർച്ചയില്ല. വാട്ട് മാറ്റേഴ്സ് ഈസ് ദെയർ ലൈഫ് ആൻഡ് ദേ ആർ സേഫ്. വാട്ട് മാറ്റേഴ്സ് കാര്യങ്ങൾ എന്തുമാകട്ടെ, പക്ഷെ എന്താണ്? ഈസ് ദെയർ ലൈഫ് ആൻഡ് ദേ ആർ സേഫ് അവരുടെ ജീവനും അവരും എന്താണ്? സുരക്ഷിതരാണ്. സെഡ് രാജൻ പറഞ്ഞു. വൺ ഓഫ് ദെയർ നെയ്ബേഴ്സ് അവരുടെ അയൽവാസികളിലെ ഒരു അയൽവാസിയായിട്ടുള്ള രാജൻ പറഞ്ഞു. എന്താണ്? എന്തായാലും എന്താണ്? അവരുടെ ജീവനും അവരും സുരക്ഷിതരാണ്. ലേറ്റർ ഓൺ സാറ്റർഡേ അറൗണ്ട് 8 AM. ലേറ്റർ ഓൺ ശേഷം, പിന്നീട്, സാറ്റർഡേ അറൗണ്ട് 8 AM രാവിലെ, ശനിയാഴ്ച രാവിലെ, ഏകദേശം രാവിലെ 8 മണി സമയത്ത്. അനദർ ഡിസാസ്റ്റർ എന്നാൽ അത്യാഹിതം, അപകടം, ദുരന്തം ഇതൊക്കെയാണ് അർത്ഥം. അനദർ ഡിസാസ്റ്റർ മറ്റൊരു ദുരന്തം. സ്ട്രക്ക് എന്നാൽ ഇവിടെ അടിക്കുക, പ്രഹരിക്കുക ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ അർത്ഥം എന്താണ്? മറ്റൊരു ദുരന്തമുണ്ടായി എന്നുള്ള അർത്ഥമാണ്. കടമ്പറ്റുകോണം ഈ സ്ഥലത്താണ് സംഭവം. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ ഹൗസ് ഓഫ് ഗോപകുമാറിൻ്റെ വീട്ടിൽ എന്താണ്? വാസ് സ്ട്രക്ക് ബൈ ലൈറ്റ്നിങ്. ലൈറ്റ്നിങ് എന്നാൽ ഇടിമിന്നൽ എന്നുള്ള അർത്ഥമാണ്. ഗോപകുമാറിൻ്റെ വീട്ടിന് എന്താണ്? ഇടിമിന്നലേറ്റു എന്നാണ് അർത്ഥം. ആ സമയത്ത് ശനിയാഴ്ച രാവിലെ 8 മണിക്ക് എന്താണ്? ആ സമയത്ത് എന്താണ്? മറ്റൊരു ദുരന്തമുണ്ടായി. എന്താണ് ദുരന്തം? ഗോപകുമാറിൻ്റെ വീട്ടിന് ഇടിമിന്നലേറ്റു. ബൈ ലൈറ്റ്നിങ് എന്നാൽ ഇടിമിന്നലിനാൽ എന്നുള്ള അർത്ഥം. ഇടിമിന്നലിനാൽ ദുരന്തമുണ്ടായി. ദ ലൈറ്റ്നിങ് ഫസ്റ്റ് സ്ട്രക്ക് എ കോക്കനട്ട് ട്രീ ഓൺ ദ premises ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ആൻഡ് ഡാമേജിങ് ദ ഹൗസ് വിൻഡോ. ദ ലൈറ്റ്നിങ് ഇടിമിന്നൽ ഫസ്റ്റ് സ്ട്രക്ക് എ കോക്കനട്ട് ട്രീ എന്താണ്? ഒരു വൃക്ഷത്തിലേറ്റു, ഒരു
തെങ്ങിനെന്താണ് ആ ഇടിമിന്നൽ ഏറ്റു. പ്രിമിസസ് എന്നാൽ ഗ്രഹപരിസരം, പരിസരം, ഇതൊക്കെയാണ് അർത്ഥം. ആ ഗ്രഹപരിസരത്തുള്ള എന്തിനാണ് തെങ്ങിന് ആദ്യം ഇടിമിന്നലേറ്റു. ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ തറയിൽ ആ വൈദ്യുതി എന്താണ് മിന്നൽ ഏൽക്കുന്നതിന് മുമ്പായിട്ട്, ബിഫോർ എന്നാൽ മുമ്പ്, തറയിൽ ഏൽക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് വീടിന് പരിസരത്തുള്ള എന്താണ് തെങ്ങിൽ ഇടിമിന്നലേറ്റു. ആൻഡ് ഡാമേജിങ് ദ ഹൗസ് വിൻഡോ, വീടിൻ്റെ ജനലിന് എന്താണ് കേടുപാടുമേൽപ്പിക്കുന്നു. ഡാമേജ് എന്നാൽ കേടുപാട്. ഡാമേജിങ് ദ ഹൗസ് വിൻഡോ, വീടിൻ്റെ ജനലിന് പരിക്കേൽപ്പിക്കുന്നു, അതിന് കേട് ഏൽപ്പിക്കുന്നു. ദ വിൻഡോ ഫ്രെയിം ആൻഡ് ഗ്ലാസ്, എന്താണ് ജനലിൻ്റെ ഫ്രെയിമും ഗ്ലാസുകളും എന്താണ് ഷാട്ടേർഡ്. ഷാട്ടേർഡ് എന്നാൽ നശിക്കുക എന്നുള്ള അർത്ഥം. ഷാട്ടേർഡ് നശിച്ചു പോയി. ഷാട്ടേർഡ് നശിച്ചു പോയി അല്ലെങ്കിൽ തകർന്നു പോയി. എന്ത് ജനലിൻ്റെ ഫ്രെയിമും ഗ്ലാസും എന്താണ് തകർന്നു പോയി. ഷാട്ടേർഡ് തകർന്നു പോയി. ഇൻ ദ ഇമ്പാക്റ്റ്, എന്താണ് അതിൻ്റെ ഫലമായിട്ട്, ഇടിമിന്നലിൻ്റെ ശക്തിയിൽ, അതിൻ്റെ ഫലമായിട്ട്. ഇൻ ദ ഇമ്പാക്റ്റ് എന്നാൽ അതിൻ്റെ ഫലത്തിൽ, ഇടിമിന്നലിൻ്റെ ഫലമായിട്ട് ജനലിൻ്റെ ഫ്രെയിമും ഗ്ലാസുകളും തകർന്നു പോയി. ആൻഡ് ഓൾസോ ലെഡ് ടു എ ഷോർട്ട് സർക്യൂട്ട്, ഒരു ഷോർട്ട് സർക്യൂട്ടിലേക്കും ഇത് നയിച്ചു, ഈ ഇടിമിന്നൽ. ഗോപകുമാർസ് വൈഫ് ലേഖ, ഗോപകുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള ലേഖ, 48 വയസ്സുള്ള ഗോപകുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള ലേഖ, എക്സ്പീരിയൻസ്ഡ് എ മൈൽഡ് ഇലക്ട്രിക് ഷോക്ക്. ഇവിടെ എക്സ്പീരിയൻസ്ഡ് എ മൈൽഡ് ഇലക്ട്രിക് ഷോക്ക് എന്നാൽ ചെറുതായിട്ട് വൈദ്യുതാഘാതമേറ്റു എന്നുള്ള അർത്ഥമാണ്. മൈൽഡ് എന്നാൽ ചെറിയ തോതിലുള്ള. വെൻ എന്നാൽ ആ സമയത്ത്. ഷീ ടേൺഡ് ഓൺ എ ലൈറ്റ് ഡ്യൂറിങ് ദ ലൈറ്റ്നിങ് സ്ട്രൈക്ക്. ലൈറ്റ്നിങ് സ്ട്രൈക്ക് എന്നാൽ മിന്നൽ. ആ മിന്നുന്ന സമയത്ത് എന്താണ് ആ സ്ത്രീ എന്താണ് ടേൺ എ ലൈറ്റ്, ഒരു ലൈറ്റ് ഓൺ ചെയ്തു. ആ സമയത്ത് എന്താണ് ചെറുതായ തോതിൽ ഇലക്ട്രിക് ഷോക്ക്, വൈദ്യുതി ആഘാതം ഏറ്റു. ഹവവർ എന്നാൽ എങ്കിലും, ഇതൊക്കെയാണ് അർത്ഥം. ഷീ എസ്കേപ്ഡ്, അവൾ രക്ഷപ്പെട്ടു. വിത്തൗട്ട് ഇഞ്ചുറീസ്, വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ, ഇഞ്ചുറീസ് എന്നാൽ പരിക്കുകൾ ഇല്ലാതെ ആ സ്ത്രീ രക്ഷപ്പെട്ടു, അവൾ രക്ഷപ്പെട്ടു.